മാധവേട്ടന്റെ ഗുരുവല്ലേ? മാധവേട്ടൻ അതാണ് നോക്കുമ്പോൾ പുള്ളിയെ കുറിച്ച് ഇങ്ങനെ വന്നിട്ട് കേട്ടുന്നത്. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള റോള് എനിക്ക് തോന്നുന്നു അതായിരുന്നു ഞാൻ ചെയ്തത്. ബാക്കിയൊക്കെ എനിക്ക് സഹിക്കാവുന്നതാണ്. ഇപ്പം അനന്തഭദ്രമായാലും മറ്റുള്ള റോളൊക്കെ ആയാലും ഇതെനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. കാതലിന്റെ സെറ്റിൽ ചെയ്യാൻ ഒരു സംഭവമായിരുന്നു. നമുക്കനെ കാണാൻ വേണ്ടി കണ്ടില്ല, കുറേ നോക്കി കയറ്റി വിട്ടില്ല. ഓക്കെ, ഇപ്പം നമുക്കന്നെ വീട്ടിൽ നമ്മള് നമുക്കിനോട് ഫോട്ടോ എടുത്തു. ചേട്ടാ ഇങ്ങനെ കാതോരും ഇതിനകത്തൊരു പ്രധാന ഏരിയ ആണ്. ആ സിനിമ ലൊക്കേഷനും കാര്യങ്ങളും പലരും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ജോസിനോട് ചോദിക്കുക, ശരിയാണല്ലോ ഇത് അവിടെ നടന്ന സംഭവല്ലേ? ഞാൻ അന്ന് ഇവിടെ എനിക്ക് വെറുതെ തോന്നുകയാണ്. ഫാന്റം ലൊക്കേഷൻ ചെന്നിട്ട് ഡയറക്ടർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്യാണ്. ബിജു ഞാൻ ഈ പടത്തിൽ മൊട്ടയടിക്കട്ടെ. ചേട്ടൻ മൊട്ടയടിക്കും, ചേട്ടൻ മൊട്ടയടിക്കും, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ മൊട്ടയടിക്കും, കാരണം എനിക്ക് ഈ ക്യാരക്ടർ എന്നാലും നിൽക്കുള്ളൂ. നമുക്കോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലൻ, ടെറിഫിക് വില്ലൻ. എന്നെ പോലൊരു 4 പടം ജസ്റ്റ് 3 പടം കഴിഞ്ഞ ഒരാൾക്ക് മണിരത്നത്തിന്റെ സിനിമയിലേക്ക് ഇന്നിപ്പോ ഒരുപാട് ആക്ടേഴ്സ് ഇവിടുന്ന് മണിരത്നത്തിന്റെയും അതിലേക്ക് പോകുന്നുണ്ട്. പാൻ ഇന്ത്യൻ സ്റ്റാർസ് എന്നുള്ളതിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അന്ന് പാൻ ഇന്ത്യൻ ലെവലിൽ പടങ്ങൾ ഓടാത്ത സമയത്ത് എന്നെ പോലെ ആക്ടറെ വിളിച്ചത് വലിയ കാര്യമാണ്. ഇപ്പോഴത്തെ പോലെ അല്ല. ഹായ്, ഇന്ന് എന്റെ കൂടെ ഉള്ളത് മനോജ് കെ ജയൻ, ഉണ്ണിലാലു. വെൽക്കം. വക്കച്ചൻ വേഴ്സസ് വക്കച്ചൻ രേഖാചിത്രത്തിലെ 2 പേരാണ്. ഞാൻ ഇന്റർവെല്ലിന് ഇറങ്ങുമ്പോ എന്നോട് ഉണ്ണി ചോദിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ നീ? അപ്പൊ ഞാനിങ്ങനെ ഒരു സംശയത്തിൽ നിന്നു. കാണും എന്ന് പറഞ്ഞു. മനോജ് ചേട്ടാ പറയൂ, കാരണം തുടങ്ങിയത് ഭരതൻ, MT തുടങ്ങിയ എത്രയോ ലെജൻസിന്റെ, മണിരത്നം ഇവരുടെയൊക്കെ കൂടെ തുടങ്ങിയതല്ലേ. എന്നിട്ട് ഇപ്പൊ ഇത്രയും ഞങ്ങളുടെ പ്രായത്തിനേക്കാൾ കൂടുതലാണ് എക്സ്പീരിയൻസ്. ഇഷ്ടമല്ല പറയുന്നത്. എല്ലാം വിക്കിപീഡിയയിൽ കിടക്കുന്ന കറക്റ്റ് വയസ്സാണ് ഞാൻ തുറന്നു പറയാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ചില ആൾക്കാർ വിക്കിപീഡിയ ഒന്നും വിശ്വസിക്കുന്നത് കേട്ടോ, ചുമ്മാ പറയുന്നതെന്ന് പറയും. ഞാൻ പറയുന്നത് കറക്റ്റ് ആണ്. അപ്പൊ ജോഫിൽ എത്തി നിൽക്കുമ്പോഴേ ഇതിലെ വക്കച്ചൻ അഥവാ വിൻസെന്റ് ഒക്കെ ആയിട്ട് വന്നപ്പോ എന്താ തോന്നി? ഇത്രയും വർഷത്തിനപ്പുറം ഇങ്ങനൊരു സിനിമ. അതെങ്ങനെയെന്നറിയാം, നമ്മൾ ഇത്തരം സിനിമയ്ക്ക് വരുമ്പോൾ നമുക്ക് ഈ 10-35 വർഷത്തെ എക്സ്പീരിയൻസ്, കാര്യങ്ങൾ, ഇത്രയും സിനിമ അഭിനയിച്ചു, ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തു. മണിരത്നം, അടൂർ സാറ്, ഹരിഹരൻ, ഭരതൻ, IV ശശി, ജോഷി, ഇങ്ങനെ പോയ ലെജൻസിൻ്റെ കൂടെ മുഴുവൻ വർക്ക് ചെയ്തു. അതിനുശേഷം അമൽ നീരദ് മുതലുള്ള ഒരു പുതിയ ഡയറക്ടേഴ്സിൻ്റെ ഒരു വലിയ വിഭാഗം വന്നപ്പം അമൽ നീരദ്, അൻവർ റഷീദ്, അല്ല നമ്മുടെ ബ്ലസ്സി പോലും, ബ്ലസ്സിയുടെ കാഴ്ചയിൽ ഞാൻ ഉണ്ടായിരുന്നു. ന്യൂ കമേഴ്സ്, ഡെബ്യൂ ഡയറക്ടേഴ്സിന്റെ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അൽഫോൻസ് പുത്രൻ, നേരം, അതൊക്കെ വലിയ ആൾക്കാരായി പിന്നെ, മനസ്സിലായില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ കുപ്പിയിലേക്ക് ഒരു വെള്ളം പോലെയാണ്. ഏത് ഷേപ്പുള്ള കുപ്പിയാണോ ആ കുപ്പിയിലേക്ക് നമ്മൾ ഒരു വെള്ളം പോലെ ചേരുക, അല്ലെങ്കിൽ ഒരു കഥാപാത്രമായാലും അങ്ങനെ മാറുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് നമ്മൾ ഈ എക്സ്പീരിയൻസ് ഒന്നും അവരുടെ മുമ്പിൽ കാണിക്കാറൊന്നുമില്ല. ആ സിനിമയ്ക്ക് വക്കച്ചനായിട്ട് അഭിനയിക്കാൻ വന്നാൽ ഞാൻ ഒരു വെറും ആക്ടർ മാത്രമായിട്ടാണ് കാണുന്നത്. ഈ സിനിമയിൽ ജോഫിൻ എന്താണോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് അവർക്ക് കൊടുക്കുക, എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ള മാത്രമാണ് എൻ്റെ ചിന്ത. അല്ല ഞാൻ അങ്ങോട്ട് അഭിപ്രായം പറയുമല്ല, അതങ്ങനെ ചെയ്താൽ ശരിയാവില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ ചെയ്യട്ടെ, അങ്ങനെയൊന്നും കൂടുതലും ഫോഴ്സ് ചെയ്യാറില്ല. അത് ആ സമയത്ത് തോന്നുന്ന ചില ചെറിയ സജഷൻസ് ഒക്കെ പറഞ്ഞ് അവരെ കൊണ്ട് നമ്മൾ സമ്മതിപ്പിക്കാറുണ്ട്. അവർ നല്ലതാണെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം ജോഫിൻ്റെ ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭയങ്കര, ഞാൻ ചോദിച്ചു, നിങ്ങൾ വല്ല പള്ളിയിലച്ഛൻ്റെ മകനോ വല്ലതും ആണോ? ജോഫിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗുഡ് ബോയ് അല്ല, കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്ട്രാ ഡീസന്റ് ആണ് ജോഫിൻ. ആവശ്യമില്ലാത്ത സംസാരങ്ങളിലൊന്നുമില്ല. പക്കച്ചനെ പോലെ സ്പെക്സ് ഉണ്ട്. അപ്പൊ ഇല്ല കേട്ടോ, എന്റെ ഫാദർ ഒരു ബിസിനസ്സുകാരനായിരുന്നു, പള്ളി ബന്ധമില്ല, പ്രത്യേകിച്ച് സബ്ജക്റ്റ് ഒക്കെ ഇങ്ങനെ ആയതുകൊണ്ടേ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു നല്ല ഗുഡ് പേഴ്സൺ ആണ് ജോഫിൻ. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്വയറ്റായിരുന്നു. നമ്മുടെ സെറ്റിലൊക്കെ ഭയങ്കര ക്വയറ്റായിരുന്നു. ബഹളങ്ങളില്ല, ഒന്നുമില്ല, പിൻ ഡ്രോപ്പ് സൈലൻസ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് ജോഫിൻ അത് വേണ്ട രീതിയിൽ നമ്മൾ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് ചേരുന്ന ക്യാമറമാനും അപ്പുവാണ് ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കര ഇല്ലേ, നല്ല പെരുമാറ്റവും നല്ല കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ജോഫിന്റെ അടുത്ത ഫ്രണ്ടാണ്. അവരൊക്കെ ഫുൾ ടൈം സെറ്റിലുണ്ടായിരുന്നു. രാമു സീരിയലിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ മൊത്തം ഒരു ബെസ്റ്റ് ക്രൂവിന്റെ കൂടെ, ഒരു ന്യൂ ഏറ്റവും നല്ല ജമ്മായിട്ടുള്ള ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. അത് ഇത്രയും വലിയ സക്സസ് ആയി.
ഒരുപാട് സന്തോഷം. രേഖയ്ക്ക് ശേഷം ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട് വേറെ മഹാറാണിയൊക്കെ ഉണ്ടായി, എന്നാലും ഒരു പറയുമ്പോ രേഖയിലെ ക്യാരക്ടറിന്റെ ശേഷം രേഖാചിത്രം, വീണ്ടും ഒരു രേഖയിൽ എന്തോ ഭാഗ്യമുണ്ടെന്നു അതിലാണ് രേഖ. അതെ 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 അതെ. മനോജേട്ടന്റെ യങ് ആയിട്ടുള്ള പ്രായം ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു തോന്നിയത്? അത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം വെച്ചാല് ഞാൻ പ്രതീക്ഷയില്ല. പിന്നെ മെയിൻ സന്തോഷം ഉണ്ടായത് ഈ ചെറിയ വെക്കച്ചൻ ചെയ്തിട്ടും ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പം കുറെ പേര് ചോദിച്ചു മനോജേട്ടനെ പോലെ ഉണ്ട് കാണാൻ എന്ന് പറഞ്ഞപ്പം അതാണ് ആസ് എൻ ആക്ടർ നമുക്ക് കിട്ടേണ്ട ഒരു ഭയങ്കര വക്കച്ചൻ കറക്റ്റ് ആ യങ്ങും പ്രസന്റും പാസ്റ്റും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വർക്കായി എന്ന് പറയുന്നതാണ് ആസ് എൻ ആക്ടറെ സംബന്ധിച്ചോളം ഭയങ്കര സന്തോഷം. അതിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. പ്രത്യേകം ജോഫിന് പറഞ്ഞു അത് ഒരു ഷോട്ടിൽ ഏതോ ഒരു ഫ്ലാഷ് കട്ട്, ഉണ്ണിയുടെ ഒരു ഫ്ലാഷ് കട്ട് ഇങ്ങനെ ചെറുപ്പം കാണിച്ച് ഇങ്ങനെ വന്ന് ജെന്നിലേക്ക് എത്തുമ്പോ കറക്റ്റ് പ്രായത്തിൻ്റെതായ മുടിയിലൊക്കെ വന്ന് വ്യത്യാസം കഷണ്ടിയും കാര്യങ്ങളും അല്ലാതെ പെട്ടെന്ന് നല്ല സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നു. സീക്വൻസിൽ അങ്ങനെ തോന്നി എന്ന് പറഞ്ഞു. മനോജേട്ടൻ തന്നെ പറയുമ്പോ ഞാനല്ല, ജോഫിനുണ്ട് പറഞ്ഞു. അപ്പൊ ഞാനത് വാച്ച് ചെയ്തു, പടം കണ്ടപ്പോൾ വാച്ച് ചെയ്തപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു കറക്റ്റാണ്. ആ ഫ്ലാഷ് കട്ട് ഇങ്ങനെ കഴിഞ്ഞ വന്ന് പ്രസന്റിലേക്ക് എത്തുമ്പോൾ ഇയാളെ കാണുമ്പോൾ കറക്റ്റാണ് ഈ പ്രായത്തിലുള്ള ആൾ ഇങ്ങനെ ചെറുപ്പമായിരുന്നുള്ള ഈ പ്രായത്തിൽ ഇങ്ങനെ ഇരിക്കുള്ളൂ. അത് ഏകദേശം ചില ഫീച്ചേഴ്സ് ഒക്കെ എവിടെയൊക്കെ ഉണ്ട്. കണ്ണോ ഞാൻ ആദ്യം തന്നെ ഉണ്ണിയുടെ പടം കാണിച്ചു. ഞാൻ ചോദിച്ചു ആകാംക്ഷയോട് ആരാണ് ഈ ചെറുപ്പം ചെയ്യുന്നത്? അപ്പൊ ഞാൻ അത് ഉണ്ണി ലാലു എന്നൊരു ആക്ടറാണ് മനോജേട്ടാ. ഞാൻ പടം എന്തെങ്കിലും ഉണ്ടോ കാണാൻ പറ്റും? അപ്പൊ യൂട്യൂബിലല്ല ഗൂഗിളിൽ മറ്റുള്ള 1-2 പടം എന്നെ കാണിച്ചു. അപ്പൊ എനിക്ക് അപ്പോഴും ഇത് കറക്റ്റാണ്. എനിക്ക് എവിടെയൊക്കെ പുള്ളിക്ക് എന്റെ ചെറിയ ചായ ഉള്ളത് തോന്നുന്നു. വക്കച്ചൻ ജൂനിയറിന്റെ ശരിക്കുള്ള പേരറിയോ? ശരിക്കുള്ള പേര് ഞാൻ എന്റെ അറിവിൽ ഉണ്ണിയില്ലാലോ. അത് പുള്ളിക്ക് സ്റ്റൈലിഷ് ആയിട്ടിരിക്കുന്നതാണ്. റെക്കോർഡിക്കൽ പേര് വേറെ ഉണ്ട്. എന്താണ്? സുബിൻ ലാൽ. സുബിൻ ഒരു ആക്ടർ മറ്റല്ലേ? സുബീഷ് ഉണ്ടല്ലേ? സുബീഷ് ഉണ്ട്, സുബിൻ ലാൽ. പക്ഷെ ഈ സുബിൻ ലാൽ വേറെ ആർക്കും അറിയില്ല. ഞാൻ തന്നെ മറന്നു, ഉണ്ണിലാലുവിലേക്ക് വരാൻ കാര്യം അല്ല ചെറുപ്പത്തില് ഉണ്ണിന്ന് അതിന് പേര്, പിന്നെ സുബിൻ ലാൽ എന്ന പേര്, പിന്നെ ലാലു എന്നാണ് വിളിച്ചോണ്ടിരിക്കുക എപ്പോഴും. അപ്പം വീട്ടിൽ ഉണ്ണിന്നും വിളിക്കും. അപ്പൊ നാട്ടിൽ ഉണ്ണിയും ലാലും ഉണ്ട്. ഈ സുബിൻ ആരും വിളിക്കാറില്ല. അപ്പൊ ഇത് മൊത്തത്തിൽ വന്നത് ഉണ്ണി ലാലുതായി. അപ്പൊ ഈ ഫേസ്ബുക്ക് വന്നപ്പോ ഞാൻ എന്താക്കി ഉണ്ണി ലാലു എന്നങ്ങ് ഇട്ടു. പിന്നെ എന്റെ ജോലിയൊക്കെ പോയിട്ടുണ്ട്. ഈ പേര് മാറിയിട്ട്. പണ്ടേ അറിയൂലേ? പണ്ടേ പറഞ്ഞു രണ്ടുപേരുടെ ആദ്യത്തെ ഇന്റർവ്യൂകൾ ഞങ്ങൾ തന്നെയായിരുന്നു. കാതോട് കാതോരം വരുമ്പോ മനോജേട്ടൻ വരുന്നതിന്റെ കുറച്ച് 87-88 സിനിമയിലെത്തിയ. പക്ഷെ എനിക്കറിയാം ഇങ്ങനെ ഒരു നാനാസിന്റെ സ്ഥിരം വായനക്കാരൻ, നാനാവാരികളുടെ സ്ഥിരം വായനക്കാരനാണ് ഞാൻ. അപ്പൊ എനിക്കെല്ലാം ഭയങ്കര ആകാംക്ഷയില്ലേ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ പടങ്ങൾ ഏതൊക്കെ വരുന്നു എന്നൊക്കെ കാണുമ്പോൾ ഭരതന്റെ ഒരു സിനിമ അങ്ങനെ വേറിട്ടൊരു ഗെറ്റപ്പിൽ മമ്മൂട്ടി, ലൂയിസ് എന്ന കഥാപാത്രം, സരിത അവരുണ്ട്. ഞാൻ അതിൽ പടം കണ്ടു. ഇന്നസെന്റ്, ജനാർദ്ദൻ, അങ്ങനെ വലിയ അഭിനയ ക്രൂ. ഭരതേട്ടന്റെ ക്യാമറമാൻ ST പാടി. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ST പാടി എന്നൊരാളായിരുന്നു ക്യാമറ. ഔസേപ്പച്ചൻ സാറിന്റെ അസാധ്യ സംഗീതമുള്ള പടമാണ്. ഇങ്ങനെയൊക്കെ പടം കണ്ടപ്പോൾ തൃപ്തിയായി. എന്ത് രസമാണ്. നമുക്കവിടെ ഏറ്റവും നല്ല കഥാപാത്രങ്ങളിലൊന്നാണ്. അതും മമ്മൂക്കാട് അന്നൊന്നും അഭിനയിക്കൊന്നും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. ഭരതേട്ടന്റെ സിനിമയിൽ നമുക്ക് ജന്മത്ത് കിട്ടില്ല എന്നുള്ള പ്രതീക്ഷ നടക്കുന്ന ഒരു കാലം. പക്ഷെ പിൽക്കാലത്ത് ഒരു 4 വർഷം കഴിഞ്ഞപ്പോഴേ ഞാൻ ഭരതേട്ടന്റെ സിനിമയിൽ വന്നു. സർഗം കഴിഞ്ഞപ്പോൾ വെങ്കലത്തിൽ അഭിനയിച്ചു. അതിന്റെ നെക്സ്റ്റ് ഇയർ മമ്മൂക്കാട് ദളപതിയിൽ അഭിനയിച്ചു. അപ്പൊ ഇവരുടെ കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചെന്നുള്ള. അപ്പൊ ഈ കാതോട് കാതരത്തിന്റെ ആ ഒരു ലൊക്കേഷനൊക്കെ എനിക്ക് അന്നേ അറിയാം. ഒരു മലമ്പ്രദേശത്താണ് ഷൂട്ടിംഗ് അറിയാം. ആതിരപ്പള്ളി എവിടെയും കണ്ടാണെന്നൊക്കെ കണ്ടു. പക്ഷെ അതൊക്കെ ഈ സിനിമയില് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിരിക്കാണ്. കാരണം നമുക്ക് ഒരുപാട് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. സിനിമ എപ്പോഴും നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കാണാത്തവര് കാണണം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് കുഴപ്പത്തിലാണ്. പറഞ്ഞ വാക്കിന് അടിമയാവരുത്, പറയാത്ത വാക്കിന് യജമാനായിട്ട് ഇരിക്കണമെന്നാണ് പൊതുവെ എന്റെ തത്വം. പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് അത് പ്രത്യേക ആവശ്യമാണ്. പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഞങ്ങളുടെ ജനറേഷനേക്കാൾ ഈ പറഞ്ഞ മനോജേട്ടനായിരിക്കും ഇതിന്റെ ഒരു ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നുള്ള ഒരു ഓണറിലൊക്കെ ഒരു പടം വരുന്നതിന് കുറച്ചുകൂടെ ഒരു ത്രില്ല് കാണുക അല്ലെ? ഇത്തരത്തിൽ അന്ന് നിങ്ങൾ കണ്ടു വളർന്ന ഒരു സിനിമ വീണ്ടും അതിനെ ഉപയോഗിക്കുന്നു ഇത്തരത്തിൽ. അതൊരു പുതിയ രീതിയല്ലേ? ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഇവർ ചൂസ് ചെയ്ത ഭയങ്കര സംഭവമല്ലേ ഒരു സിനിമയുടെ. ഞാൻ ആദ്യം ഈ സബ്ജക്റ്റ് എൻ്റെ അടുത്ത് പറയുമ്പോൾ ചേട്ടാ ഇങ്ങനെ കാതോരം ഇതിനകത്തൊരു പ്രധാന ഏരിയ ആണ്. ആ സിനിമ ലൊക്കേഷനും കാര്യങ്ങളും പലരും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്.
അപ്പം ഞാൻ പെട്ടെന്ന് ജോസിനോട് ചോദിക്കുക, ശരിയാണല്ലോ, ഇത് അവിടെ നടന്ന സംഭവമല്ലേ, ഞാൻ അന്ന് ഇവിടെ എനിക്ക് വെറുതെ തോന്നുകയാണ്. അത്ര വിശ്വസനീയ കാരണം ഒരു മലമ്പ്രദേശം ജൂനിയർ ആർട്ടിസ്റ്റ്, എനിക്ക് ഞാനൊന്നും പറയുന്നത് വിക്കിപീഡിയ തുറന്നാല് ഇപ്പൊ ഈ പേര് കിടപ്പുണ്ട്, രേഖ പത്രോസ്. അതാണ്. പിന്നെ ഈ പടത്തിന്റെ താഴെ ഞാനിപ്പോ കുറച്ചു മുമ്പ് ഞാൻ ഒന്നുകൂടെ നോക്കിയതാ, രേഖാചിത്രം വിക്കിപീഡിയയിൽ ലാസ്റ്റ് രേഖാ പത്രോസ് കിടക്കുന്നു. ദൈവത്തിനാണ് ഞാൻ ജോഫിനോട് ചോദിച്ചു, ജോഫിന് ഇങ്ങനെ ഒരു സംഭവം എനിക്കറിയാം അന്ന് അവിടെ നടന്നിട്ടുണ്ട്, ഞാൻ ഒരു ചെറിയ ക്ലിപ്പിംഗ് മനോരമയിലോ എവിടെയോ കണ്ടായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ ഒരു സംഭവം. ചേട്ടാ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്, സ്ക്രിപ്റ്റിംഗ് ആണത്. ആണോ? ഞാൻ പറയല്ല, എനിക്ക് ഒന്നും വായിച്ചിട്ടില്ല ചേട്ടൻ, അങ്ങനെ ഒരു സംഭവം നടന്നില്ല, നമ്മള് പക്ക സിനിമയാണ്, സിനിമയ്ക്കുള്ളൊരു സിനിമ. വിശ്വസനീയമായിട്ട് എനിക്ക് അതിന്റെ കഥ കേട്ടപ്പോഴും തോന്നി. അപ്പൊ സിനിമയിലെ നറേഷനില് സൂപ്പറായിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട്. ആസിഫ് ക പറഞ്ഞല്ലോ, രേഖാചിത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷോർട്ട് ഫിലിംസ് എന്നുള്ള ഒരു ലേബൽ വേണ്ട ഉണ്ണിക്ക് എന്നുള്ള. എല്ലാം ശരിയായില്ലേ? എല്ലാം ശരിയായി. അതേപോലെ ആസിഫ് ക, താങ്ക് യു, ലവ് യു. ഇവരൊക്കെ പിന്നെ മമ്മൂക്കാന്റെ കൂടെ തുടക്കം മുതൽ എത്രയോ അഭിനയിച്ച ആൾക്കാരാണ്, കൂടെ തോളോട് തോള് നിന്ന ആൾക്കാരാണ്. പക്ഷെ ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയുടെ കൂടെ, അതും പടത്തിന്റെ അന്ന് തന്നെ, എങ്ങനെയുണ്ടായിരുന്നു? അത് ഭയങ്കര എക്സ്പീരിയൻസ്. ഞാൻ മമ്മൂക്കയുടെ വീട് പോലും കണ്ടിട്ടില്ല, അങ്ങോട്ട് പോലും കയറാൻ പറ്റില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ മമ്മൂക്കയുടെ അടുത്ത് നമ്മൾ എത്തും, കാണുന്നു പ്രതീക്ഷിക്കുന്നത്. കാണാൻ പോലും പറ്റിയില്ല. ഞാൻ ഓരോ സെറ്റിൽ പോയി നോക്കിയിട്ട് കാണാൻ പോലും പറ്റിയില്ല. കാതലിന്റെ സെറ്റിൽ ഞാൻ ഒരു സംഭവം വരുന്നു, മമ്മൂക്കനെ കാണാൻ വേണ്ടിയിട്ട് കണ്ടില്ല, കുറേ ഏജ് നോക്കി, കയറ്റി വിട്ടില്ല. ഓക്കെ, ഇപ്പം മമ്മൂക്കന്റെ വീട്ടിൽ നമ്മള് മമ്മൂക്കനോട് ഫോട്ടോ എടുത്തു, നമുക്ക് പഴംപൊരി ഇരുന്നു, സ്വീറ്റ് തരുന്നു, എല്ലാം കഴിക്കുന്നു, കേക്ക് തരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു ഭയങ്കര സന്തോഷം. അപ്പൊ എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര സന്തോഷമുണ്ട്. ഞാനിപ്പോ ഈ പറഞ്ഞ മമ്മൂക്കാരുടെ ലാലേട്ടൻ്റെ കൂടെ ഒക്കെ ഒരുപാട് പടങ്ങൾ വന്ന കാലം പോലെ സിനിമയിൽ വന്ന് 2 വർഷം കഴിഞ്ഞപ്പോഴേ അഭിനയിച്ചു തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് സൂപ്പർ സ്റ്റാറിന്റെ കൂടെ രജനീകാന്തിനോട് അഭിനയിച്ചു, അമരീഷ് പുരിയുടെ കൂടെ അഭിനയിച്ചു. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പക്ഷേ ഈ കുറച്ചു കാലം ഒരു 10-12 അല്ല 15 വർഷത്തിനുള്ളിൽ വന്ന ഈ പുതിയ ഹീറോസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ദുൽഖർ സൽമാൻ മുതൽ ഇങ്ങോട്ട് പൃഥ്വിരാജ് ആയാലും നിവിൻ പോളി ആയാലും ടൊവിനോ ആയാലും ഇങ്ങനെ വന്ന ഇവരുടെയൊക്കെ കൂടെ ഞാൻ ചെയ്തു. എല്ലാവരുടെയും കൂടെ വിനീത് ശ്രീനിവാസനൊക്കെ ചെയ്തു. പക്ഷേ ആസിഫിന്റെ കൂടെ മാത്രം ഒരു സിനിമ വന്നില്ലോ എന്ന് ഇടക്കാലത്ത് ഞാൻ ഓർത്തിരുന്നു. ആസിഫ് അലിയുടെ കൂടെ സിനിമ വന്നില്ല, ശരിക്കും പറഞ്ഞാൽ വന്നിട്ടില്ല. അപ്പൊ ഈ സിനിമ അതും സാധിച്ചു എന്നുള്ള. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരുടെ കൂടെ ഞാനിപ്പോ അഭിനയിച്ചു. ഇപ്പൊ വന്നിരിക്കുന്ന എല്ലാവരുടെ കൂടെ അഭിനയിച്ചു. നിങ്ങളുടെ കൊമ്പിൽ ഇനിയും പടം വരട്ടെ. അതെ, വരണം. ഉണ്ണിലാലു മനോജേട്ടൻ നോക്കിക്കഴിഞ്ഞാൽ നായകനായി തിളങ്ങി നിൽക്കുന്ന റൊമാൻറ്റിക് ഹീറോ ആയിട്ട് സ്നേഹസാഗരം പോലെയൊക്കെ ചെയ്തു നിൽക്കുന്ന സമയത്തും പിന്നെ വില്ലനാവാൻ റെഡിയായിരുന്നു, സഹനടനാവാൻ റെഡിയായിരുന്നു. ഇന്നിപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ ഉണ്ണി ഒരു വില്ലൻ റോള് ചെയ്താലും മാറി ചെയ്താലും ആളുകൾ കുറച്ചുകൂടെ ആക്സെപ്റ്റ് ചെയ്യും. അന്ന് കുറച്ചുകൂടെ ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കാലമല്ലേ? എങ്ങനെയാ ഒരു ചിന്തിക്കാൻ പറ്റും, എനിക്ക് നായകനായില്ലേലും കുഴപ്പമില്ല? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സർഗം കഴിഞ്ഞ് ഏറ്റവും നല്ല സിനിമകൾ മാത്രം ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ക്യാരക്ടേഴ്സ്, പോസിറ്റിവിറ്റി മാത്രമുള്ള ക്യാരക്ടേഴ്സ്. അപ്പോഴത്തേക്കുമാണ് വളയം പോലും സിനിമ വരുന്നത്. ലോഹിതദാസിന്റെ സ്ക്രിപ്റ്റ്, സിബി മലയിൽ, മുരളിച്ചേട്ടൻ നായകൻ. കഥ കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ടെറിഫിക്, ഒരു അഗ്ലി വില്ലനാണ്, ഭയങ്കര മോശപ്പെട്ട വില്ലനാണ്. അപ്പം ഞാൻ ആദ്യം ഒന്ന് വലിഞ്ഞു, സർഗത്തിൻ്റെ നല്ല ഇമേജ് എനിക്ക് ഇപ്പോൾ പോയിട്ട് ചെയ്യണോ. അപ്പോൾ 1-2 സുഹൃത്തുക്കൾ വെച്ചപ്പോൾ അവരും പറഞ്ഞു ചെയ്യണോ, ഞാൻ ആലോചിച്ച് ചെയ്യും, കാരണം നല്ല ഇമേജ് നിൽക്കുകയല്ലേ. അപ്പം ഞാനൊന്ന് വലിഞ്ഞു എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ലോഹിയേട്ടൻ തന്നെ എന്നെ വിളിച്ച് എൻ്റെ കഥ പറഞ്ഞു. മനോജ് ഫുള്ളൊന്ന് കേട്ട് നോക്ക്, ഇത് ഹീറോയിക് വില്ലനാണ്. വില്ലൻ ആ മുരളിയാണെങ്കിൽ അതിന് ഈക്വലായിട്ട് നിൽക്കുന്ന വില്ലനാണ്, അത് മിസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എന്നെ അതിൻ്റെ കഥ പ്രധാനപ്പെട്ട ചില സീൻസ് എന്നെ പറഞ്ഞു കേൾപ്പിച്ചു ലോഹിയായിട്ട്. അപ്പോൾ തന്നെ ഞാൻ കമ്മിറ്റ് ചെയ്തു. കാരണം ആ സമയത്ത് ഈ പറഞ്ഞ പോലെ വില്ലൻ ക്യാരക്ടറൊന്നും ആരും ചെയ്യത്തില്ല. അത് ഒരു സാധാരണ വില്ലനല്ല, വെറും വൃത്തികെട്ട വില്ലനാണ്, അഗ്ലി വില്ലനാണ്. ആ ഒരു ക്യാരക്ടർ ഞാനന്ന് ചൂസ് ചെയ്തെന്നുള്ളതാണ്. അപ്പൊ എനിക്ക് അന്നൊക്കെ ആ കാലം പോലെ ഒരു വിപ്ലവകരമായ തീരുമാനമുണ്ട്. അങ്ങനെ ഒരു ഇമേജ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ സല്ലാപം പോലും നല്ല ഇമേജ് നിൽക്കുമ്പോഴാണ് ഞാൻ മാന്ത്രിക കുതിര ചെയ്തത്. വിജയ് തമ്പിയുടെ മാന്ത്രിക കുതിര. ഞാൻ വാണി വിശ്വനാഥും മോഹിനിയാണ് അതിനകത്ത് ഹീറോയിൻ. ദിലീപ് ഒരു ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്. ദിലീപ് വരുന്നുള്ളൂ, തുടക്ക സമയമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ക്യാരക്ടർ ഒരു സെക്സ് മാനിയാക്ക് ആയിട്ടുള്ള ഒരു വക്കീൽ ക്യാരക്ടറാണ്. അത് ഭയങ്കര കുഴപ്പക്കാരനാണ്. അത് ഞാൻ ആ ഒരു നല്ല സമയത്ത് പോലും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇന്ന പാതയിലൂടെ മാത്രമുള്ള ഇങ്ങനെ നന്മപരമായിട്ട് ഹീറോ ആണെന്ന് എനിക്ക് ഒരു കാലത്ത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഏത് കാലത്തും ഹീറോ ആയിട്ടിരുന്നപ്പോഴും വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. വില്ലൻ ക്യാരക്ടറിലേക്ക് കംപ്ലീറ്റ്ലി മാറിയ സമയത്ത്, അല്ലെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിൽ മാറിയ സമയത്തും മാക്സിമം വേറിട്ടുള്ള കഥാപാത്ര
സൃഷ്ടികളിലേക്ക് പോകാൻ ഞാൻ താല്പര്യപ്പെട്ടു. അതെ അതെ അതിപ്പോഴും ഞാൻ അതങ്ങനെ ആഗ്രഹിക്കുന്നു. ചിലത് ദൈവമായിട്ട് കൊണ്ട് തരുന്നു. ഇത് ഇപ്പൊ ഈ നമ്മുടെ വക്കച്ചൻ പോലും അങ്ങനെ കിട്ടിയതായിരിക്കും. ഞാൻ ആഗ്രഹിച്ചല്ല, പക്ഷെ വന്നു ചേർന്നതാണ്. അത് ഇത്രയും നല്ല ഒരു അഭിപ്രായത്തിൽ ആ ക്യാരക്ടർ വന്നിരിക്കുന്നു. അതിന് കാരണം ഉണ്ണിലാലുള്ള ആക്ടേഴ്സുമാണ്. അതിന് തുടക്കം തുടങ്ങി വെച്ചു കൊടുത്തില്ലേ. എന്റെ ചെറുപ്പം വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് എന്റെ ഇപ്പോഴത്തെ ഏജ് ഗെറ്റപ്പിലുള്ള ആ ക്യാരക്ടറിലേക്ക് കടക്കാൻ സഹായമായി. രണ്ടുപേരെയും ഒരുപോലെ കൺവിൻസിംഗ് ആയി. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് നല്ലതാണ് നമ്മുടെ കോമ്പിനേഷൻ. ഇനി ചെറുപ്പമായിട്ട് ചെയ്യണ്ട കേട്ടോ. ഇനിയുടെ ഉണ്ണിയുടെ ചെറുപ്പമായിട്ട് ഞാൻ വളർത്തിയിട്ടില്ല. അതാണ് എന്റെ ടാസ്ക്. അതിമോഹമാണ് പോലെ ദിനേശ് എന്ന് പറയേണ്ടി വരും. ചെയ്യാവുന്നതാണല്ലേ. പക്ഷെ എനിക്ക് ദളപതിയിലെ മനോഹരനെ അധികം പറയാതെ പോകുന്നതായിട്ട് ഇടയ്ക്ക് തോന്നാറുണ്ട്. മനോഹരൻ ആ സമയത്ത് ചെയ്തപ്പം ഇപ്പൊ അതില് മമ്മൂക്കാനെ ചീറ്റ് ചെയ്തിട്ട് പോകുമ്പോഴായാലും ലാസ്റ്റ് ആ വിരലില് രജനി സാറ് അതൊക്കെ അതിന്റെ തൊട്ട് മുമ്പ് പുള്ളി ആ ജയിലിൽ കാണിക്കുന്ന സീനൊക്കെ നല്ല രസമായിട്ടാണ്. ജയിലിൽ പുള്ളി 5 സ്റ്റാർ ബിസിനസ് ജീവിക്കുകയല്ലേ. പോലീസുകാരനെ കൊണ്ട് പോലീസ് എസ് ഐ ഒക്കെ കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അത്രയും എന്നെ കൊണ്ട് ഇരുത്തിയിരിക്കുന്ന അമരീഷ് പുരിയെ പോലുള്ള ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള വില്ലനാണ് മനോഹരൻ നല്ല പാത്തുക്ക എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. മനോഹരൻ നല്ല പാത്തുക്ക. അപ്പൊ ജയിലില് പുള്ളി 5 സ്റ്റാർ. അപ്പോഴാ രജനി സാർ അവിടെ വരുന്നത്. നേരെ വന്ന് മുന്നിൽ നിൽക്കുക. അപ്പൊ ഇങ്ങനെ ഈ ബോട്ടിൽ ഇങ്ങനെ ഈ ബോട്ടിൽ അടിച്ചുകൊണ്ടിരുന്ന ബോട്ടിൽ ഇങ്ങനെ കയ്യിക്കൊണ്ട് ഒറ്റയടി ഈ ബോട്ടിലും പുള്ളി ആദ്യം ബോട്ടിലും നിർത്തിക്കും. അപ്പൊ പേടിച്ചു. പിന്നെ കൈ ഇങ്ങനെ പൊക്കും. വെടിവെക്കല്ലെന്നുള്ളതില്ലേ, ഷൂട്ട് ചെയ്യലെന്നുള്ളത് കൈ ഇങ്ങനെ പൊക്കുമ്പോ ഈ 2 പേരിൽ തെറിച്ചങ്ങ് പോകും. അത് കഴിഞ്ഞ് 3ാമത്തെ ഷൂട്ട് നെറ്റിയിൽ ഈ വിരല് ഈ ആർട്ടിഫിഷ്യൽ വിരൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഷൂട്ടിങ്ങിന് 15 ദിവസം മുമ്പ് മദ്രാസിൽ പോയി. മറ്റേ ഇത് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ ഈ മറ്റേ ആർട്ടിഫിഷ്യൽ വിരലൊക്കെ. അവിടെ പോയി ഇതിന്റെ മോൾഡിന്റെ അകത്ത് കൈയൊക്കെ വെച്ച് വിരലൊക്കെ എന്റെ വിരൽ പോലെ ഉണ്ടാക്കി അതിങ്ങനെ വെച്ച് ഇവിടെ വിരല് മറ്റേ വിരല് പിടിപ്പിച്ചിട്ടൊക്കെയാണ് ഇത്ര ടെക്നോളജി ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ആ സീൻ എങ്ങനെയാ അങ്ങനെ കാണാം ചെയ്യുന്ന മണിരത്നമല്ലേ. പിന്നെ അതൊക്കെ അദ്ദേഹത്തിന്റെ ബ്രില്യൻസ്. അത് ദളപതി പറഞ്ഞാല് അധികം സംസാരിക്കാതെ പോകുന്ന സിനിമയാണ്. എനിക്കതൊക്കെ ഭയങ്കര ജാക്ക് പോട്ടല്ലേ. എന്നെ പോലെ 4 പടം ജസ്റ്റ് 3 പടം കഴിഞ്ഞ ഒരാൾക്ക് മണിരത്നത്തിന്റെ സിനിമയിലേക്ക് ഇന്നിപ്പോ ഒരുപാട് ആക്ടേഴ്സ് ഇവിടുന്ന് മണിരത്നത്തിന്റെയും അതിലേക്ക് പോകുന്നുണ്ട്. പാൻ ഇന്ത്യൻ സ്റ്റാർസ് എന്നുള്ളതിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അന്ന് പാൻ ഇന്ത്യൻ ലെവലിൽ പടങ്ങൾ ഓടാത്ത സമയത്ത് എന്നെ പോലെ ആക്ടറെ വിളിച്ചത് വലിയ കാര്യമാണ്. ഇപ്പോഴത്തെ പോലെയല്ല. ഇപ്പൊ ഇവിടെ മാർക്കറ്റുള്ള ഒരാൾക്ക് എവിടെയും അവർക്ക് അവരെ സ്ഥാപിക്കാം. തെലുങ്കിൽ അവർക്ക് അഭിനയിക്കാം, മലയാളത്തിൽ അഭിനയിക്കാം. കാരണം അവർക്ക് മലയാളത്തിലൂടെ പടങ്ങൾ ഓടേണ്ടതുകൊണ്ട് ഇവിടുന്ന് ഒരു ആക്ടറെ എടുത്ത് അവരെ ചൂസ് ചെയ്യും. ഇവിടെ ഏറ്റവും മാർക്കറ്റുള്ള ആർട്ടിസ്റ്റിനെ അവർ ചൂസ് ചെയ്യും. അന്ന് ആ കാലമല്ല. അങ്ങനെയുള്ള കാലത്താണ് നമ്മള് അദ്ദേഹത്തിന്റെ പടത്തിൽ അഭിനയിച്ചത്. അതൊരു വലിയ സംഭവം തന്നെയാണ് ഇപ്പൊ ആലോചിക്കുമ്പോ. മനോജേട്ടന്റെ ഫേവറേറ്റ്സ് ഏതൊക്കെയാ ക്യാരക്ടേഴ്സ്? എങ്ങനെ മനോജേട്ടന്റെ ഉണ്ണീന്റെ ഫേവറേറ്റ്സ്? എന്റെ സല്ലാപത്തിലെ മനോജേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ദിവാകരൻ, പിന്നെ അനന്തഭദ്രം. നേരത്തെ ചോദിച്ചാൽ അനന്തഭദ്രം എന്റെ ഫേവറേറ്റ്. അനന്തഭദ്രം ദിഗംബരൻ ഞാൻ ചോദിച്ചു കുറച്ചു മുമ്പ് എങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ. അതൊരു ഞെട്ടിക്കൽ പരിപാടി. അതില് ആരേഖ ആ സാധനമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഭാഗ്യരേഖ ഞാൻ ചോദിക്കുന്നില്ല, എനിക്ക് ആ പാട്ട് പാടി തരുമോ? ഇപ്പൊ പാട്ട് നമ്മൾ പാടി കഴിഞ്ഞല്ലേ ഉള്ളൂ. പാട്ട് കഴിഞ്ഞു. വെണ്ണിലാവിന്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ, മാരോത്സവത്തിൻ മന്ത്രക്കേളി മന്ദിരത്തിങ്കൽ മഴത്തുള്ളി പൊഴിക്കുന്നു മുകിൽ പക്ഷിയുടെ നടനം. ബാക്കി പാടും. അയ്യോ തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണു നിന്റെ അധരം തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം.
എനിക്ക് കണ്ണടച്ച് സൗണ്ട് കേൾക്കാൻ സൗണ്ട് എപ്പോഴും വരുമ്പോ നമുക്കത് വിഷ്വല് കാണാൻ തോന്നാറില്ല, ഇങ്ങനെ കേൾക്കാൻ തോന്നി എനിക്ക് എപ്പോഴും. ഈ ഗ്ലാസിന്റെ പൊട്ടിക്കുന്ന പറഞ്ഞപ്പോ നമ്മുടെ കുട്ടിക്കാലത്ത് ഫാൻറ്റത്തിലെ ബാസ്റ്റിൻ സെബാസ്റ്റ്യൻ ഇഷ്ടമല്ലായിരുന്നു പേര്. ഫാൻറ്റത്തിലെ ബാസ്റ്റിൻ സെബാസ്റ്റ്യൻ ആ എറിയുമ്പോ അത് ആ മൊട്ട ലുക്കൊക്കെ ആയിട്ട് നമുക്ക് ചെറുപ്പത്തിൽ പേടിയാണ്. ഞാൻ അങ്ങോട്ട് ചൂസ് ചെയ്തതാണ്, സംവിധായകൻ പ്രതീക്ഷിക്കാത്ത ലുക്കാണ്. ഇവിടെ പലരും ഇപ്പൊ ലുക്കിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ലുക്ക് പുള്ളി ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിതൊക്കെ എത്ര വർഷം മുമ്പ് ചിലപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഒരു മനസ്സുകൊണ്ട് അങ്ങോട്ട് ചൂസ് ചെയ്തതാണ് ആ മുട്ടയടിക്കാതെ. ഞാൻ അങ്ങോട്ട് പറഞ്ഞ, ഡയറക്ടർ പറഞ്ഞല്ല. ഫാൻറ്റം പെരേഡ ലൊക്കേഷൻ ചെന്നിട്ട് ഡയറക്ടർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്യാണ്. ബിജു, ഞാൻ ഈ പടത്തിൽ മുട്ടയടിക്കട്ടെ. ചേട്ടൻ മുട്ടയടിക്കും, ചേട്ടൻ മുട്ടയടിക്കും, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ മുട്ടയടിക്കും, കാരണം എനിക്ക് ഈ ക്യാരക്ടർ എന്നാലും നിൽക്കുള്ളൂ. മമ്മൂക്കോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലന, ടെറിഫിക് വില്ലനാ, നമ്മളൊക്കെ അപ്പിയറൻസിൽ അതുപോലെ കൊടുക്കണം എന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ള ആളാ ഞാൻ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു നല്ല ഈടുള്ള കാമ്പുള്ള കഥാപാത്രങ്ങൾ വരുമ്പോ ഇതൊക്കെ ചെയ്താൽ പോരെ. ചുമ്മാ കണ്ണി കണ്ട പടത്തിനൊക്കെ എല്ലാത്തിനും പോയി ഗെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാവശ്യമില്ല, അത് നിൽക്കില്ല. നമുക്കത് കഥ കേൾക്കുമ്പോൾ ഇതൊക്കെ കുഴപ്പമാണെന്നറിയാം. പക്ഷെ അവരെ നന്നാക്കാൻ വേണ്ടി നമ്മൾ നിൽക്കാറില്ല. നമുക്ക് വരുന്ന അവസരം നമ്മൾ ചെയ്യുക. അതിനിപ്പോ ഗെറ്റപ്പ് ചേഞ്ചിന്റെ ആവശ്യം അതിനാവശ്യമുള്ള സിനിമകൾക്ക് വേണ്ടി മാത്രം ചെയ്യുക, എന്നാലും അത് മാറി നിൽക്കുള്ളൂ, അല്ലേ? കോഴിക്കോട് പോയപ്പോ ഇപ്പൊ എന്നോട് ഇവിടുന്ന് ഒരാള് പറഞ്ഞു, കോഴിക്കോട് പോയപ്പോ ഉണ്ണിലാലു ഫാൻസിനെ കൊണ്ട് രക്ഷയില്ലായിരുന്നു എന്നൊക്കെ. തിയേറ്റർ വെച്ചിട്ട് പോയപ്പോ നാട്ടിലിപ്പോ എന്താ ശരിക്കും നാട്ടിൽ പോകുമ്പോ കോഴിക്കോട് നിങ്ങൾ കോഴിക്കോടായിട്ട് ഇതൊന്നും അറിഞ്ഞില്ല. പിന്നെ ഞങ്ങളുടെ സെലിബ്രിറ്റി അല്ലേ. കാരണം ഞാൻ പണ്ട് അവരെ സ്വീകരണം പെട്ടെന്ന് ആലോചിച്ചത്. ഞാൻ ആ നാട്ടുകാരുടെ കൂടെ ജീപ്പിൽ തുറന്ന ജീപ്പിൽ അല്ല, നാട്ടുപോയി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര സന്തോഷമായി. നാട്ടിൽ പോയപ്പം എല്ലാ തിയേറ്റേഴ്സിൽ നമ്മൾ അറിയുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു, കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക്. പിന്നെ വീട്ടില് അച്ഛൻ മനോജ് ചേട്ടൻ എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിലും ഭയങ്കര സന്തോഷമായിരുന്നു. മൊത്തത്തിൽ ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് നാട്ടില് ഇപ്പോഴാണ് ഞാൻ പോണേ, തിയേറ്റേഴ്സിൽ പോണേ. നാട്ടിലിപ്പോഴും ഞാൻ പോയിട്ടില്ല, പക്ഷെ നാട്ടിൽ എല്ലാവരും വിളിക്കുന്നുണ്ട്, എല്ലാവരും സന്തോഷമായിട്ട് പറയുന്നുണ്ട്. പിന്നെ സ്വന്തം നാട്ടിൽ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ അല്ലെങ്കിൽ ആ ഒരു ഓഡിയൻസിനെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പണ്ടൊക്കെ ഞാൻ വേറെ ആൾക്കാരെ പടം കണ്ടങ്ങനെ നമ്മൾ കാണിയിരുന്നു. കാണുന്നൊരു ഫീല്. അപ്സര തിയേറ്ററിൽ ഞാൻ വേറെ സിനിമയുടെ ഇങ്ങനെ സിനിമ കാണാൻ പോയപ്പോൾ ആ സിനിമ സക്സസ് ആയിട്ട് ആളുകൾ ഇറങ്ങി വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈശ്വരൻ ഞാൻ ഇവിടെ വരും, എന്റെ സിനിമയ്ക്ക് സക്സസ് ആയിട്ട് ഞാൻ അടക്കുകയും ചെയ്തു, ഷട്ടർ തുറന്നു. അപ്പൊ ഇപ്പൊ ഈ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് ആ ഫീലായി. കാരണം ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നു, നമ്മൾ സംസാരിക്കുന്നു. അത് ഭയങ്കര അടിപൊളി ഫീലാണ്, പ്രൗഡ് മൊമെന്റ് ആണ്. ഈ ദിഗംബറിനെ പറയുമ്പോഴേ, ദിഗംബറിന്റെ ശേഷം നമ്മുടെ ദ്രോണയില് ചെയ്തിട്ടില്ലേ ഗിരീശൻ, ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവസാനം ക്ലൈമാക്സിലാണ് വെളി വരുന്നത്. നിന്നൊക്കെ പെട്ടെന്ന് പുരുഷനായും പിന്നെ പെട്ടെന്ന് അത് ഇച്ചിരി ടഫായിരുന്നു, ടാസ്ക് ക്യാരക്ടർ. അതൊക്കെ ഭയങ്കര പാടാ ചെയ്യാൻ. പക്ഷെ അത് നമുക്ക് അതിനോട് ചോദിച്ചു, പുള്ളിക്ക് തന്നെ ടെൻഷൻ. ഈ സീൻ എത്തിയപ്പോഴത്തേക്ക് ക്ലൈമാക്സ് എടുക്കാൻ പോവാണ്, ആ സീനിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ അവിടെ നടക്കുന്നു, ലൈറ്റപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പം നമുക്ക് അതിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് വിളിച്ചു, എങ്ങനെ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ഒരു ഐഡിയ ഇല്ല, ഏകദേശം ഒരു ഐഡിയ ഒക്കെ മനസ്സിലുണ്ട് എന്നുള്ള രീതി പുള്ളി തന്നു. കാരണം ഇത് ടഫാണ്. കാരണം ഇങ്ങനെ വന്നിട്ടേ മാധവേട്ടൻ്റെ ഗുരുവല്ലേ, മാധവേട്ടൻ ആരാണ്, തേജസ് എന്താ പറഞ്ഞ് ഭയങ്കര 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 ലൈനിലാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വെച്ച് മാറണ്ടേ. ഇങ്ങനെ വന്നൊരാളെ മാധവേട്ടൻ്റെ ഗുരുവല്ലേ, മാധവേട്ടൻ അതാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ കുറിച്ച് ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് നടന്നു വരുന്നുണ്ട് ഇങ്ങനെ കെട്ടിയിട്ടൊരു സ്ലോ മോഷൻ ഷോട്ട്സ് ഷാജി കൈലാസ് ഭീകരമായിട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ എന്റെ ബൂസ്റ്റപ്പാണ്. പക്ഷേ മനോജേട്ടനെ പോലെ ഒരു ഹൈറ്റും വെയിറ്റും ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആകാരമുള്ള ഒരു മനുഷ്യൻ സ്ഥൈണതയിൽ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്കൊരു പേടി ഉണ്ടാവില്ലേ, നമുക്കത്
ഒന്ന് അങ്ങോട്ട് എനിക്ക് ഭയങ്കര ചളിപ്പായിരുന്നു എങ്ങനെ ഇത് ചെയ്യും, കാരണം ആ ഒരു വിരലിൽ പോലും അത് വരണം, ചുമ്മാ ഈ ഫേസ് കൊണ്ട് മാത്രം ചെയ്തിട്ട് വരും, നടക്കുമ്പോഴും ആ ഒരു കുണുക്കം ഉണ്ടാവണം, പിന്നെ ഇങ്ങനെ കൈ എടുക്കുമ്പോഴും ഒരു ആ ശ്രൈണത എല്ലായിടത്തും എത്തണമല്ലോ, അപ്പൊ അത് ഭയങ്കര ടഫാണ്. ഞാൻ പിന്നെ അർദ്ധനാരിയൊക്കെ ചെയ്ത് അത് പരിപൂർണമാക്കി. അർദ്ധനാരി ഹെവി ആയിരുന്നു, ഭയങ്കര ഹെവി ആയിരുന്നു. പിന്നെ അത് പിന്നെ ഈ ക്ലൈമാക്സിൽ മാത്രമേ ഉള്ളൂ കുറച്ച് വരുള്ളൂ. അർദ്ധനാരി ടോട്ടൽ അത് തന്നെയാണ്. അങ്ങനെ ഭയങ്കര ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള റോള് എനിക്ക് തോന്നുന്നു അതായിരുന്നു ഞാൻ ചെയ്തത്. ബാക്കിയൊക്കെ എനിക്ക് സഹിക്കാവുന്നതാണ്, ഇപ്പൊ അനന്തഭദ്രമായാലും മറ്റുള്ള റോളൊക്കെ ആയാലും. ഇതെനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. ആളുകൾ കാണുമ്പോൾ പക്ഷെ അത് കുഴപ്പമില്ല പോയി. ക്ലൈമാക്സ് ഭയങ്കര വൈറലായ ഇപ്പോഴും ഇത് യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് കണ്ട് അഭിപ്രായം പറയുന്നു. അല്ല, ദിഗംബറിന് ശേഷം ചിലർ ഇത് വേണ്ടാന്ന് വെക്കില്ല. ഓൾറെഡി ഞാൻ ഇങ്ങനെ ഒരു ക്ലാസിക് സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോ ഇതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കോ എന്നൊക്കെ. ആ ചുവന്ന ഡ്രസ്സൊക്കെയാണ്. ദ്രോണ കഴിഞ്ഞിട്ടില്ലേ ദിഗംബരൻ? അല്ല അല്ല 2010 ദ്രോണ. 2010 ഇത് 2006 ആണ്. ആ കറക്റ്റാ, ശരിയാ. പക്ഷെ ദിഗംബരനായിട്ട് ബന്ധമൊന്നുമില്ല ആ ക്യാരക്ടർ. ഇല്ലില്ല. അല്ല, നമ്മളൊരു ക്ലാസിക് സാധനം ചെയ്തു വെച്ചിട്ട് അങ്ങനെ ഒരു സിനിമയിൽ അല്ലെ ഒരു സിമിലർ പ്ലോട്ടൊക്കെ വരുന്ന സിനിമയാണല്ലോ, വിശ്വാസവും പരിപാടിയും. അതെ നല്ലായിരുന്നു, നല്ല സിനിമയായിരുന്നു ദ്രോണ. നമുക്ക് ഡബിൾ റോൾ. എനിക്ക് അതുപോലെ നേരത്തിലെ വേഷം രസകരമാണ്. അതൊക്കെ ആ 2012 കാലത്തൊക്കെ ചെയ്തിട്ടുള്ള. പിന്നെ വിനീതേട്ടൻ നമ്മുടെ പ്രേംകുമാർ SI ആയിട്ട് തട്ടത്തിൽ വരുമ്പോ നമുക്കൊരു ആശ്വാസം വരുമായിരുന്നു. ആ ജീപ്പിലൊക്കെ പുള്ളി പ്രേമം ഇവിടെ ഉണ്ട്, അതിനെല്ലാം സപ്പോർട്ട് ചെയ്യും. പ്രേംകുമാർ പുള്ളിക്ക് പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവനൊരു നല്ല കമിതാവാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും അവനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസർക്ക് ആയിട്ട്. അങ്ങനെ ഒരു പോലീസ് ഓഫീസർ അധികം മലയാള സിനിമ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അതാണ് രസമായിരുന്നു. ആ പുള്ളി വരുമ്പോ തന്നെ നമുക്ക് പുള്ളി എങ്ങനെയെങ്കിലും രക്ഷിക്കും എന്നുള്ളൊരു വൈബായിരുന്നല്ലോ. ഇവരുടെയൊക്കെ കൂടെ ഇപ്പൊ കുറെ ദിവസങ്ങളായല്ലോ നമ്മള് പ്രൊമോഷൻസ് ആയാലും തിയേറ്റർ വിസിറ്റ് ആയാലും സീനിയേഴ്സിന്റെ കൂടെ ഉള്ള ഒരു പടമല്ലേ? എന്താ അതിന്റെ ഒരു ഫീൽ? ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചില്ല, എന്നോട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു പോലും ഞാൻ വിചാരിച്ചില്ല. അസുഖമായിട്ട് ഇങ്ങനെ സംസാരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലോസ് കമ്പനിയാണെന്ന് വിചാരിച്ചില്ല, ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുണ്ട്, ഭയങ്കര ഭാഗ്യമുണ്ട്. എല്ലാവരോടും വലിയ നന്ദിയുണ്ട്. എൻ്റെ കൂടെ നിന്നോളും എന്നെ ഇത്രയും കൊണ്ടെത്തിച്ച എൻ്റെ ഫ്രണ്ട്സും പിന്നെ ഈ സിനിമയുടെ സംവിധായകൻ ജോഫിനും എല്ലാവരോടും വലിയൊരു നന്ദി പറയാനുണ്ട്. പിന്നെ ദൈവത്തിനോടും എല്ലാവരോടും. ഈ 3 വർഷം എങ്ങനെയായിരുന്നു ശരിക്കും? നമ്മുടെ ഫ്രീഡം ഫൈറ്റ് 2 ഫെബ്രുവരി ആയി 3 വർഷം തന്നെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ സിനിമാ നടനായി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഭയങ്കര ടാസ്ക് ആയിരുന്നു. കാരണം വെച്ചാൽ ഓൾറെഡി ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നല്ലോ. അതിന് ശേഷമാണ് സിനിമയിൽ വന്നത്. അപ്പൊ സിനിമ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ കുടുങ്ങി. ഷോർട്ട് ഫിലിംസിൽ ആരും വിളിക്കാണ്ടായി, ഷോർട്ട് ഫിലിംസിന് വിളിക്കാണ്ടായി. കാരണം സിനിമ ആരും അഭിനയിച്ചല്ലോ, സിനിമക്കാരാ. അപ്പൊ ഈ പുള്ളി സിനിമയിൽ അഭിനയിക്കാൻ വരും, അപ്പൊ ആരും വിളിക്കാണ്ടായി. അപ്പൊ ഫിനാൻഷ്യലിയും കുടുങ്ങി. പിന്നെ ഇപ്പം സന്തോഷമുണ്ട്. ഇപ്പം ഈ ഒരു നമുക്ക് രേഖാചിത്രം വന്നതിന് ശേഷം ഈ ഒരു ഹിറ്റ് കിട്ടിയതിനു ശേഷം ഇനി അങ്ങോട്ട് ഞാൻ രക്ഷപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾക്ക് പേഴ്സണലി ഞങ്ങളുടെ നാട്ടില് ഒരു സെലിബ്രിറ്റീനും കൂടെ കിട്ടിയല്ലേ, അങ്ങനെ സംഭവിക്കട്ടെ. അപ്പോ മനോജേട്ടനോടൊക്കെ ചോദിച്ചു തീർന്നിട്ടില്ല. പക്ഷെ എനിക്കറിയാം ഒരുപാട് ദിവസമായി പ്രൊമോഷന്റെ തിരക്കുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും കണ്ടുമുട്ടാം പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. ഇതുപോലെ നല്ലൊരു ചിത്രമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ വണക്കം. താങ്ക് യു.